ഹലോ ഗൈസ്, നമുക്കിന്ന് പാടത്ത് പോവാം. ചെറുപ്പത്തിൽ എക്സ്പ്ലോർ ചെയ്തതൊക്കെ പിള്ളേരെ കാണിച്ചു കൊടുക്കാൻ പോവാണ്. പാടത്ത് പോകാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അലങ്കാരമായി പോവും. അതുകൊണ്ട് ഞങ്ങൾ കണ്ടത്തിൽ പോകാമെന്നാണ് പറയുക. പിള്ളേർക്ക് ഇറങ്ങാൻ പാകത്തിന് സേഫായിട്ട് ഇവിടെ വെള്ളമുണ്ട്. പിള്ളേരൊക്കെ എറണാകുളം ടീംസാണ്. അപ്പോൾ ഇവർ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. ചീവീടിൻ്റെ ശബ്ദം കേൾക്കാം, ശരിക്കും ചെവി ഓർത്തോളാൻ പറഞ്ഞപ്പോൾ ഒരാൾ ശ്രദ്ധിക്കുന്നതാണ് ഈ കാണുന്നത്. ചേമ്പിലേൽ വെള്ളം തങ്ങി നിൽക്കുന്ന മാജിക്ക് കണ്ടിട്ട് വണ്ടടിച്ച് നിൽക്കുകയാണ് പുള്ളിക്കാരി. അത് താഴെ പോകാണ്ടിരിക്കാൻ വേണ്ടി മസിൽ പിടിച്ച് നിൽക്കുന്നതാണ് ഇതാ ഈ കാണുന്നത്. ആ മാജിക്ക് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മളിതൊക്കെ എത്ര കണ്ടതാണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ. പണ്ട് വെക്കേഷൻ്റെ ടൈമിൽ അമ്മ വീട്ടിൽ പോകുമ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു. ഒരു കുട്ടി വീടും അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയ നടക്കല്ലും വീടിൻ്റെ ഫ്രണ്ടിലൊരു പാടവും അങ്ങനെയൊക്കെ ആയിരുന്നു. പാടത്തിൽ നിറയെ മീനും രാത്രി ആയി കഴിഞ്ഞാൽ തവളയുടെ കരച്ചിലും അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളി വൈബായിരുന്നു. ഈ തുമ്പീനെ കണ്ടോ, അടിപൊളി കളർ കോമ്പിനേഷനാണ്. ഒരു സ്കൈ ബ്ലൂ കളർ. ഞാൻ ഈ ഒരു ഷെയ്ഡിലുള്ളതിനെ കണ്ടിട്ടില്ല. പണ്ട് ഇതിനെയൊക്കെ വെച്ച് കല്ലടിപ്പിച്ചുകൊണ്ട് നടന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇത് തൊടുപുഴയാണ് സ്ഥലം. ഭയങ്കര നാട്ടിൻപുറ ഏരിയ ആണ്. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനൊരു വ്യൂ കിട്ടുന്നത്. നമുക്ക് തൊട്ടപ്പുറത്ത് കനാലും ഉണ്ട്. വെള്ളം കണ്ടപ്പോഴത്തേനും പിള്ളേരൊക്കെ അങ്ങ് ആക്റ്റീവായി. ഇത്ര ആഴമുള്ളൂ ഇവിടെ. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. പിന്നെ മീനുകളും ഉണ്ട്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ പിന്നെ വിടില്ലല്ലോ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞിലെ ഇതുപോലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ എവിടെയും തിരിഞ്ഞ് നടന്ന് തൊണ്ടിലും പോയിരുന്ന് മരത്തിലും കയറി കിട്ടാവുന്നൊക്കെ പറിച്ച് തിന്നിട്ട് വെള്ളത്തിലും കളിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേനും വീട്ടിൽ കയറി ചെല്ലുമായിരുന്നു. പിന്നെ ഇതുപോലെ ഇല ഒഴുക്കി വിട്ടിട്ട് അപ്പുറത്ത് പോയി പിടിക്കുമായിരുന്നു. ആരുടെ ഇലയാണ് ആദ്യം എത്തിയെന്നുള്ള മത്സരം വരെ വയ്ക്കുമായിരുന്നു. പണ്ട് അമ്മ വീട്ടിൽ കിണറ്റിൽ വരാലുണ്ടായിരുന്നു. അപ്പോൾ അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കണ്ടെത്തി പോയിട്ട് തവളക്കുഞ്ഞിനെ പിടിക്കും, എന്നിട്ട് അതിന് ഇട്ട് കൊടുക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുക, പിന്നെ പിള്ളേരെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിറക്കുക. അപ്പോൾ നമ്മൾ മീൻ പിടുത്തം ആരംഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ സിംഗിളായിട്ടൊന്നും ഞാനിതുവരെ മീൻ പിടിച്ചിട്ടില്ല. ഇതിൽ എക്സ്പേർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ അതിനെ കിട്ടിയേ അടങ്ങുമെന്നുള്ള രീതിയിൽ ഇപ്പോൾ പോയി മീൻ പിടിക്കുകയാണ്. പക്ഷേ ചെളി മാത്രമേ കിട്ടുള്ളൂ. മീനൊക്കെ ഭയങ്കര ബുദ്ധി വെച്ചു. പണ്ടത്തെ പോലെ കളിക്കുന്ന കണ്ടപ്പോൾ കൊതിയായിട്ട് ഞങ്ങളും ചാടി. പക്ഷേ ആ പഴയ ഒരു വൈബ് കിട്ടില്ല. കാരണം നമുക്കിപ്പോൾ കുറച്ച് നാണം വന്നു, കുറച്ച് പക്വത വന്നു. കുഞ്ഞിലാവും നോക്കേണ്ട കാര്യമില്ലല്ലോ. ചാടി മറിഞ്ഞ് നമുക്ക് എന്ത് വെള്ളം കാണിക്കാമല്ലോ. പക്ഷേ കൊള്ളാം. ഇപ്പം നമ്മൾ കുറേ കാലം പുറകോട്ട് പോയി. അമ്മ വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വികാരമാണ്. വെക്കേഷനാണെങ്കിലും ഇതൊക്കെ ഡെയിലി വെക്കേഷൻ്റെ ടൈമിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്, ഇങ്ങനെ ചാടി കുത്തി മറിഞ്ഞ്. പക്ഷെ ഇപ്പം ഇത് വല്ലപ്പോഴും കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. നമുക്കേ വയസ്സാവുള്ളൂ, മെമ്മറീസൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ചേമ്പിലേൽ വെള്ളം നിൽക്കുന്നത് ഒരു വലിയ അത്ഭുതമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ടൈമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഇവിടെ വെറുതെ നിൽക്കുകയാണ് പറമ്പിൽ. കുഞ്ഞിലേ മുതലേ ഉള്ള എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു തോർത്തിൽ മീൻ പിടിക്കുക എന്നുള്ളത്. എന്നിട്ട് ആ കിട്ടിയ പരലിനെയൊക്കെ നേരെ ഒരു കുപ്പിയിലാക്കി വയ്ക്കും. എന്തിനാണെന്നറിയില്ല, എന്നാലും അതൊക്കെ ഒരു വലിയ കൗതുകമായിരുന്നു. അങ്ങനെ ഒരു മീനെ കിട്ടി. പണ്ടത്തെ പോലെ ഒന്നുമല്ല, മീനൊന്നും അങ്ങോട്ട് കയറുന്നില്ല. പിന്നെ ആ ഗോൾഡനിൽ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നൊരു മീനുണ്ട്. അതിനെ ഞാൻ കുഞ്ഞിലേ മുതലേ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെനിക്ക് അന്നും കിട്ടിയില്ല, ഇന്നും കിട്ടിയില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടും. വലിയ ആഴം ഇല്ലാത്തതുകൊണ്ട് പിള്ളേരും സേഫാണ്. നമ്മൾ അവരുടെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞണ്ടിനെ ഓർത്ത് മാത്രം ടെൻഷൻ അടിച്ചാൽ മതി. എനിക്കാണെങ്കിൽ ഞണ്ടിനെ ഭയങ്കര പേടിയാണ്. ഈ കല്ലിൻ്റെ ഇടയ്ക്കൊക്കെ ഞണ്ടുണ്ടാവും. ബക്കറ്റിലെ വെള്ളത്തിൽ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന പിള്ളേർക്ക് ഇത്രയും കടൽ പോലെ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നായിപ്പോയി. നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് പിടിച്ച് കയറ്റാനാണ് പാട്. എത്ര നേരം അവിടെ നിൽക്കാവോ അത്രയും നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് ഒരു 10-15 വയസ്സ് കുറച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നത്. തൊട്ടടുത്ത് തന്നെ കനാലും ഉണ്ട്. കനാലിൽ പക്ഷേ ഇപ്പോൾ വെള്ളമില്ല. ഞങ്ങൾക്കാർക്ക് നീന്താനും അറിയില്ല. അതുകൊണ്ട് നീന്താൻ അറിയുന്ന ആളെ കൊണ്ട് മാത്രമേ ഞങ്ങൾ കനാലിൽ പോകാറുള്ളൂ. കുഞ്ഞിലെ താമര ആമ്പലൊക്കെ പറിച്ചിട്ട് കുപ്പിയിലിട്ട് വെച്ചിട്ട് അത് എപ്പോഴാണ് വിരിയണേന്നൊക്കെ നോക്കിയിരിക്കും. ഇത് കണ്ടപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. നല്ലതൊന്നും എവിടെയും പോയിട്ടില്ല. നമ്മൾ ശരിക്കും നോക്കാത്തതിൻ്റെ കുഴപ്പമാണ്. പിടിച്ച മീനെയൊക്കെ നമുക്ക് തോട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടാം. കാരണം ഇവർ നമ്മുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ചത്തുപോകും. അത് ചെറുപ്പം മുതലേ അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ നമുക്കിവർ തോട്ടിലേക്ക് തന്നെ റിലീസ് ചെയ്തേക്കാം. പിള്ളേരൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമുക്കിവരെ വേഗം പറഞ്ഞു വിടാം. അപ്പോൾ അത്രേ ഉള്ളൂ.